ഹായ്, ഇന്ന് മക്കൾക്ക് സ്കൂളിലേക്ക് എഗ് റൈസാണ് ഉണ്ടാക്കിയത്. അത് 2 പേർക്കും നിറയെ വയ്ക്കുന്നുണ്ട്. ലഞ്ച് ബോക്സ് നിറയെ വയ്ക്കണമെന്ന് പറയും. എഗ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ ഇവർക്ക് കഴിക്കാൻ കുറച്ചേ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് ഇച്ചിരി തോനെ വയ്ക്കണമെന്ന് പറയും. അങ്ങനെ 2 പേർക്കും ലഞ്ച് ബോക്സ് നിറയെ ചോറുമൊക്കെ വിളമ്പി. പിന്നെ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് വയ്ക്കുന്നുണ്ട്. അതിന് ലഞ്ച് ബോക്സ് അടച്ച് വെച്ച് പിന്നെ കുറച്ച് തൈര് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതും വയ്ക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഞ്ച് കിട്ടും, ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കിട്ടും. ബ്രേക്ക്ഫാസ്റ്റ് പക്ഷേ നമ്മളങ്ങനെ അങ്ങ് ഇതിൽ കൊടുക്കാറില്ല. ലഞ്ച് നമുക്ക് പറ്റാത്ത ദിവസങ്ങളിലൊക്കെ ഇവർക്ക് പൈസ കൊടുത്ത് വിടാറുണ്ട്. 50 രൂപയാണ് ഇവരുടെ സ്കൂൾ ലഞ്ചിന്. അത് ഓരോ ദിവസവും ഓരോ ഐറ്റമാണേ. മോന് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലെ ലഞ്ച്. ഞാൻ തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ പൈസ കൊടുത്ത് വിടാറുള്ളൂ. അങ്ങനെ അവരുടെ ടിഫിൻ ബോക്സ് എല്ലാം റെഡിയായി. അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ അടുത്ത 2 മക്കളെ കണ്ടു. ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ് ജാക്കി, ബാക്കി ഇരിക്കുന്നുണ്ട് പിങ്കി. നോക്കിയിരിക്കുക അവർ സ്കൂളിൽ പോകുന്നത്. ഇവരിവിടുന്ന് ഒരു 300-350 മീറ്ററോളം ഉണ്ട് നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക്. അവിടെ ബസ് വരത്തുള്ളൂ, സ്കൂൾ ബസ് വരത്തുള്ളൂ, ഇങ്ങോട്ട് വരത്തില്ല. അപ്പോൾ ചേട്ടൻ 2 പേരെയും കൊണ്ട് രാവിലെ പോവുകയാണേ. എന്നും കൊണ്ട് വിടാറൊന്നുമില്ല. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവർ പോവാം. ഇനി വൈകിട്ട് 5 മണിക്ക് നോക്കിയാൽ മതി. രാവിലെ 7 മണിക്ക് പോയിട്ട് 5 മണിക്കാണ് എത്തുന്നത്. ഇവർ പോയ പുറകെ ഞാൻ നമ്മുടെ ജാക്കിയും പിങ്കിയും കൊണ്ട് വെളി വന്നതാണേ. ഞാനിത് നമ്മുടെ മുരിങ്ങയ്ക്കയാണേ. നമ്മുടെ മുരിങ്ങ മരത്തിൽ മിക്കപ്പോഴും മുരിങ്ങയ്ക്ക കാണും. പൂവും കായും ഒക്കെ ഇടവിട്ടൊക്കെ കാണും. സീസണിലാണെങ്കിൽ നിറയേയും പിടിക്കും. അങ്ങനെ ഞാൻ അവരെയും കൊണ്ട് അകത്ത് വന്നപ്പോൾ ഉണ്ട് അമ്മ മുല്ലപ്പൂ കിട്ടുന്നേ. ഇന്നലെ വാങ്ങിച്ചു വെച്ച മുല്ലമുട്ട അമ്മ അത് കെട്ടുവാണ്. നാളെ ഒരു ചെറിയ ഫങ്ഷനുണ്ട്, അതിന് കെട്ടുക മുല്ലപ്പൂ. ഇനി ഇത് കണ്ട പിങ്കി ഇരിക്കുന്നുണ്ടോ? എനിക്ക് അവളിങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മനുഷ്യന്മാരിരിക്കുന്ന കണക്ക് തോന്നത്തില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.